So, hi guys, and welcome to today's session of the Hindu Decode by Geoid. So, നമ്മുടെ ഫസ്റ്റ് ന്യൂസ് നമ്മൾ എടുക്കുമ്പോൾ വാട്ട് ആർ ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ELI സ്കീം. പ്രിലിംസിൽ GS പേപ്പർ 1 കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്. ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് എന്നൊരു ഹെഡിൽ വരാവുന്ന ഒരു ന്യൂസാണിത്. ഓക്കെ, എന്താണ് ഈ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് നോക്കാം. ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ഹാസ് അപ്രൂവ്ഡ് എ ന്യൂ സ്കീം കോൾഡ് ദി ELI ഓർ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഇതിന് ഏകദേശം ഒരു 99,446 crore ഓക്കെ ഇതിന്റെ ബജറ്റായിട്ട് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത് ആൻഡ് വാസ് അനൗൺസ്ഡ് ഇൻ ദി 24-25 ബജറ്റ്. ഓക്കെ, ഇതിന്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എസ്പെഷ്യലി നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ, അതായത് ഫാക്ടറീസിലും ഇൻഡസ്ട്രീസിലും ഒക്കെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റ് മോർ ജോബ്സ്, ദാറ്റ്സ് എ മെയിൻ ഗോൾ. ഓക്കെ, സോ ഈ ഒരു സ്കീം നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ലാർജ് ജോബ് ക്രിയേഷൻ പ്ലാനിന്റെ ഒരു പാർട്ടാണ് ഈ ഒരു സ്കീം. അതേപോലെ തന്നെ ഇതിലെ മറ്റു പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കമ്പനീസുമായിട്ട് ആ ഒരു ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഉണ്ടാക്കുക, അതേപോലെ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുക, ഓക്കെ, യൂത്തിന് വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ പൈസ ചെലവാക്കുന്നത് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഗവൺമെന്റ് ഓക്കെ പൈസ ചെലവാക്കിയിട്ട് കമ്പനികളെ ഹെൽപ്പ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ആൾക്കാരെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും യങ് ടു ട്രെയിൻ യങ് പീപ്പിൾ ഫോർ ജോബ്സ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു സ്കീമിന്റെ, അതായത് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന്റെ കുറച്ച് കീ പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നമ്മൾ പറഞ്ഞല്ലോ, ജോബ് ക്രിയേഷൻ ആണ്. അതായത് ഈ ഓഗസ്റ്റ് 1, 2025 തൊട്ടിട്ട് 2027 ജൂലൈ 31 ഏകദേശം 3.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം. ഓക്കെ, സോ 1.92 crore ന്യൂ വർക്കേഴ്സ് വിൽ ബി ഡയറക്ട്ലി ബെനിഫിറ്റഡ് ഫ്രം ദി സ്കീം. സോ ഈ ഒരു സ്കീം ആരാണ് റൺ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് റൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, അതായത് EPFO ആയിരിക്കും. അവരായിരിക്കും ഈ ഒരു സ്കീം ഹാൻഡിൽ ചെയ്യുന്നത്. സോ ദേ വിൽ എൻഷുർ ദാറ്റ്, അതായത് വർക്കേഴ്സിനും എംപ്ലോയേഴ്സിനും ഈ ഒരു പ്രോമിസ്ഡ്, നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തല്ലോ. സോ ആ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഇവർ ഉറപ്പുവരുത്തും. ആര്? EPFO ഉറപ്പുവരുത്തും. ഇറ്റ് വിൽ എൻഷുർ ബോത്ത് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ് ഗെറ്റ് ദ പ്രോമിസ്ഡ് ബെനിഫിറ്റ്. സോ ഇവിടെ എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, ഒരു പുതിയതായിട്ട് ഒരു വർക്കറിനെ എടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഏൺ അപ് ടു 1 lakh per year. ഓക്കെ, സോ അവർക്ക് കിട്ടാൻ പോകുന്നത് ഈ EPF ഉണ്ടല്ലോ, EPF നമുക്കറിയില്ല, അതായത് ഈ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് EPF. ഇതൊരു റിട്ടയർമെന്റ് സേവിങ് സ്കീമാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ എംപ്ലോയീസും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യും പോർഷൻ ഓഫ് ദി എംപ്ലോയീസ് സാലറി ടു എ ഫണ്ട് മാനേജ്ഡ് ബൈ ദി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ ഈ അക്യുമുലേറ്റഡ് എമൗണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഇറ്റ് ക്യാൻ ബി വിഡ്രോൺ അപ്പോൺ റിട്ടയർമെന്റ് ഓർ റെസിഗ്നേഷൻ. ഓക്കെ, സോ ഇവർക്ക് ഇതിലോട്ടൊരു 15,000 രൂപ വരെ ഇവർക്ക് കിട്ടും. EPF ബെനിഫിറ്റ് വർത്ത് 1 month's വേജ് അപ് ടു 15,000. അതേപോലെ ഇത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും. ദിസ് വിൽ ബി പെയ്ഡ് ഇൻ 2 parts. ഈ പൈസയുടെ ഒരു പാർട്ട് ഇറ്റ് വിൽ ഗോ ഇൻ ടു എ ഫിക്സഡ് സേവിങ് അക്കൗണ്ട്. ഓക്കെ, അത് അവർക്ക് പിന്നീട് വിഡ്രോ ചെയ്യാൻ പറ്റും ഈ എംപ്ലോയീസിന്. ഓക്കെ, ഇനി എംപ്ലോയേഴ്സിന്, അതായത് കമ്പനികൾക്ക് ഇവിടെയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഗവൺമെന്റ് കമ്പനീസിനെയാണ് ഇവർക്ക് പൈസ കൊടുത്തിട്ടാണ് ഈ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഓരോ എംപ്ലോയി ഇവരുടെ കമ്പനിയിലേക്ക് വന്നാലും ഒരു കമ്പനിക്ക് ഏകദേശം 3,000 രൂപ പെർ മന്ത് കിട്ടും. ഓക്കെ, 2 വർഷത്തിന് 3,000 രൂപ പെർ മന്ത് കിട്ടും. പക്ഷെ ഇവിടെ ഉള്ള ഒരു ക്ലോസ് എന്താന്ന് വെച്ചാല്, ആ പുതിയതായിട്ട് വന്ന ആള് ദി വർക്കർ സ്റ്റേസ് എംപ്ലോയ്ഡ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 6 മാസം അയാൾ അവിടെ നിൽക്കേണ്ടി വരും. ആൻഡ് മാനുഫാക്ചറിങ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏകദേശം 4 വർഷം വരെ പോവാം. ഓക്കെ, നമ്മളിത് 2 വർഷമല്ലോ പറഞ്ഞത്, അപ് ടു 3,000 പെർ മന്ത് ഫോർ 2 years. മാനുഫാക്ചറിങ് സെക്ടറിൽ ദി സപ്പോർട്ട് വിൽ കണ്ടിന്യൂ ഫോർ അപ് ടു 4 years. ഓക്കെ, സോ ഗവൺമെന്റ് കമ്പനീസിന് റിവാർഡ് ചെയ്യും. അവർ എത്രത്തോളം ആൾക്കാർ എടുക്കുന്നോ അത്രത്തോളം റിവാർഡ് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് പുതിയ വർക്കേഴ്സിന് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ വിത്ത് എക്സ്ട്രാ മണി ആൻഡ് സേവിങ്സ് aiming to create crores of jobs in the next few years. Okay, സോ നമ്മുടെ ഈ സ്കീമിന്, അതായത് ഈ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് എങ്ങനെയാണ് എംപ്ലോയേഴ്സ് അവർ ഇതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്ന് നോക്കാം.
ഓവറോൾ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ വലിയ വലിയ ഇൻഡസ്ട്രീസിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള, അതായത് ഈ FICCI ഉണ്ട്, അതായത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അവിടത്തേക്ക് വലിയ ആൾക്കാർ, അതായത് ഈ സുബ്രകാന്ത് പാണ്ഡ എന്ന് പറയുന്ന ഒരാളും, അതേപോലെ CIA, അതായത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അതിലെ സച്ചിത് ജെയിനൊക്കെ ഇതിനെ വളരെയധികം പ്രൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ പറഞ്ഞത് ഇത് വളരെ പ്രശംസനീയമായിട്ടുള്ളൊരു പരിപാടിയാണെന്നാണ് അവർ പറഞ്ഞത്. ദി കോൾഡ് ഇറ്റ് എ ലൗഡബിൾ സ്റ്റെപ്പ്, പ്രൈസ് വർത്തി ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ടു ബൂസ്റ്റ് ലോങ് ടേം ജോബ് ക്രിയേഷൻ. അത് എസ്പെഷ്യലി നമ്മൾ പറഞ്ഞ പോലെ ഈ ഫാക്ടറീസിലും അതേപോലെ ലേബർ ഹെവി സെക്ടേഴ്സിലും. ഓക്കെ, പിന്നെ ഈ ലഘു ഉദ്യോഗ് ഭാരതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇവർ ഈ MSMEs ഉണ്ടല്ലോ, നമ്മുടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇവർ, ഒരു ഓർഗനൈസേഷനാണ്. സോ അവർ പറഞ്ഞത് ഈ ഒരു സ്കീം ഈ ചെറുകിട സംരംഭകർക്കും ഉപകാരപ്രദമായിരിക്കണം എന്നാണ് അവർ പറഞ്ഞത്, എസ്പെഷ്യലി ദോസ് വിത്ത് ലെസ് ദാൻ 20 വർക്കേഴ്സ്. സോ ദേ ഡോണ്ട് വാണ്ട് സ്മോൾ യൂണിറ്റ്സ് ടു ബി ലെഫ്റ്റ് ഔട്ട്. ഓക്കെ, അതായിരുന്നു MSMEയുടെ ഒരു നിലപാട്. പിന്നെ ചില സജഷൻസ്, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് കുറച്ച് ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇന്ത്യൻ എന്റർപ്രിനേഴ്സ് അസോസിയേഷന്റെ KE രഘുനാഥൻ എന്ന് പറയുന്ന പുള്ളി സജസ്റ്റ് ചെയ്തത് ഈ സ്കീം ഹാൻഡിൽ ചെയ്യേണ്ടത് MSME മിനിസ്ട്രി ആണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതിനെ ദി സ്കീം ഷുഡ് ബി ഹാൻഡിൽഡ് ബൈ ദി MSME മിനിസ്ട്രി. ഓക്കെ, അതേപോലെ ദർ ഷുഡ് ബി എ സിമ്പിൾ മന്ത്ലി സബ്സിഡി. ഓക്കെ, അത് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യണം, അതായത് ഹൗ മെനി ന്യൂ വർക്കേഴ്സ് ആർ ഹയർഡ് എന്നതിലോട്ട്. ആൻഡ് ദിസ് വുഡ് മേക്ക് ഇറ്റ് ഈസിയർ ആൻഡ് മോർ എഫക്റ്റീവ്. ഓക്കെ, എസ്പെഷ്യലി ഈ ചെറുകിട ബിസിനസ്സുകാരെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, ഒരു സിമ്പിൾ മന്ത്ലി സബ്സിഡി വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് ഇത് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു സ്കീം ഫസ്റ്റ് ടൈം വർക്കേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എംപ്ലോയേഴ്സിനെ ദേ ലൈക്ക് ദറ്റ് സ്കീം ബിക്കോസ് ഇറ്റ് ടാർഗറ്റ് ഫ്രഷ് ജോബ് സീക്കേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ടൈം വർക്കേഴ്സിനെയാണത് ടാർഗറ്റ് ചെയ്യുന്നത്. സോ അവർ പറഞ്ഞത് ഇതൊരു ഇന്നോവേഷൻ ആണ്, ഇറ്റ് ഷോസ് ഇന്നോവേഷൻ ആൻഡ് സപ്പോർട്ട്സ് സസ്റ്റെയിൻഡ് ജോബ് ഗ്രോത്ത്. സോ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, എംപ്ലോയീസ് ഒക്കെ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു സ്കീമുമായിട്ട്. ആൻഡ് അവർ ഇതിനെ കാണുന്നത് വളരെ ഒരു സ്ട്രോങ് സ്റ്റെപ്പായിട്ടാണ്, ജോബ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള വളരെ സ്ട്രോങ് സ്റ്റെപ്പായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. ബട്ട് ദേ ഓൾസോ വാണ്ട് ഇറ്റ് ടു ബി സിംപ്ലർ, ഓക്കെ, ആൻഡ് മോർ ഇൻക്ലൂസീവ് ഫോർ എ സ്മോൾ ബിസിനസ്. സോ ഈ ഒരു സ്കീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കൺസേൺസും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, EPFOന്റെ റോളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഓക്കെ, മെയിനായിട്ട് ഈ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ട്രേഡ് യൂണിയൻസ് പറയുന്നത് ഈ EPFOന്റെ മെയിനായിട്ടുള്ള ഇവരുടെ പണി എന്താണെന്ന് വെച്ചാൽ വർക്കേഴ്സിന്റെ സേവിങ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലാണ്ട് പുതിയ ജോബ് ക്രിയേഷൻ അല്ല ഇവരുടെ അതിൻ്റെ ഇവരുണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ വർക്കേഴ്സിന്റെ സേവിങ്സ് അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവരുടെ ജോബ്, അല്ലാണ്ട് നോട്ട് ടു ക്രിയേറ്റ് ജോബ്സ്, ഓക്കെ, ഓർ ഗീവ് ഔട്ട് ഗവൺമെന്റ് സബ്സിഡീസ്. സോ ദേ ഫീൽ ദാറ്റ് ട്രേഡ് യൂണിയൻസിന് അവർ പറയുന്നത് EPFO ഇസ് നോട്ട് ദ റൈറ്റ് ഏജൻസി ടു റൺ ദി സ്കീം. ഓക്കെ, അതേപോലെ ഫണ്ടിങ്ങിൽ വളരെയധികം കൺഫ്യൂഷൻ വരുന്നുണ്ട്. EPFO ഗവൺമെന്റിന്റെ പൈസ, ദേ ഡസൻ ഹാൻഡിൽ ഗവൺമെന്റ് മണി. ഓക്കെ, അവര് നമ്മൾ പറഞ്ഞില്ലേ, ഇവർ മാനേജ് ചെയ്യുന്നത് ഈ എംപ്ലോയീസിന്റെ സേവിങ്സ് ആണ് ഇവർ മാനേജ് ചെയ്യുന്നത്. സോ ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്താണെന്ന് വെച്ചാൽ അബൌട്ട് ഹൗ പേയ്മെന്റ്സ് ടു കമ്പനീസ് ആൻഡ് വർക്കേഴ്സ് വിൽ ബി മെയ്ഡ് വിതൗട്ട് ടച്ചിങ് ദോ സേവിങ്സ്. ഓക്കെ, അതാണ് ഇവിടെ ഒരു കൺസേൺ ആയിട്ട് ആൾക്കാർ എടുത്ത് കാണിക്കുന്നത്. അതാണ്, അതായത് എങ്ങനെയാണ് ഇനി കമ്പനീസിനും വർക്കേഴ്സിനും വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് ഇവർ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, വിതൗട്ട് ടച്ചിങ് ദോ സേവിങ്സ്. പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഒരു സെപ്പറേറ്റ് ഏജൻസി വേണമെന്നാണ്. ക്രിട്ടിക്സ് പറയുന്നത് ഗവൺമെന്റ് ഒരു പുതിയൊരു ഡെഡിക്കേറ്റഡ് ബോഡി ഇതിനു വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യണം, ഈ ഒരു ജോബ് ക്രിയേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനും അതേപോലെ ഈ ഇൻസെന്റീവ് പേയ്മെന്റ്സ് അത് നോക്കുന്നതിനും വേണ്ടിയിട്ട് പുതിയൊരു ഡെഡിക്കേറ്റഡ് ബോഡിയെ സെറ്റ് ചെയ്യണം. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ EPFOന്റെ മേലെയുള്ള പ്രഷർ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ ആ ഒരു ഇംപ്ലിമെന്റേഷൻ ഇറ്റ് വിൽ മേക്ക് ദി ഇംപ്ലിമെന്റേഷൻ മോർ ഫോക്കസ്ഡ്. പിന്നെ ഈ മെയിൻ ആയിട്ടുള്ള വലിയ വലിയ എക്കണോമിക് പ്രോബ്ലംസ് ഒക്കെ ഇഗ്നോർ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എക്സ്പേർട്സ് പറയുന്നത് എക്കോണമി ഈസ് സ്ലോയിങ് ഡൗൺ, ആൾക്കാരുടെ കയ്യിൽ കുറച്ച് പൈസയുള്ളൂ ചിലവാക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനത്തെ സ്ട്രക്ചറൽ പ്രോബ്ലംസ് ജോബ് ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ സ്കീം ഡസൻ സോൾവ് ദീസ് ഡീപ്പർ ഇഷ്യൂസ്, അതും ഒരു കൺസേൺ ആണ്. സോ ആൾക്കാർ ഇപ്പോൾ വളരെയധികം പേടിച്ചിരിക്കുന്നത്, ദേ ആർ വെറീഡ് ദാറ്റ് ദി EPFO is in the right agency to run this job scheme and that the plan ignores bigger economic problems. ലോ ഡിമാൻഡ് ആൻഡ് സ്ലോ ഗ്രോത്ത് പോലെയുള്ള വലിയ വലിയ എക്കോണമിക് പ്രോബ്ലംസിനെ ഇഗ്നോർ ചെയ്യുന്നത് പോലെയാണ് കാണാൻ സാധിക്കുന്നത്. മെനി ഫീൽ a new agency should handle it instead. Okay, so that's it.
സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. What are the lessons from Telangana blast explained? സോ പ്രിലിംസിലെ ജി എസ് പേപ്പർ 1 വരുന്നൊരു ടോപ്പിക്കാണ് എക്കോണമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പോവർട്ടി ഇൻക്ലൂഷൻ, അതേപോലെ ഡെമോഗ്രാഫിക്, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്സ് എക്സെട്ര ആ ഒരു ഹെഡിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ മെയിൻസിലെ ജി എസ് പേപ്പർ 3 വരാവുന്ന ഒരു ടോപ്പിക്കാണ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, അതേപോലെ ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ ടെക്നോളജി എന്നൊരു ഹെഡിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണത്. ഓക്കെ. സോ ഈ ഒരു ന്യൂസ്, അതായത് ഈ കഴിഞ്ഞ ജൂൺ 30 ജൂൺ 30, 2025 ഒരു വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിച്ചിരുന്നു സിഗാച്ചി ഇൻഡസ്ട്രീസിൽ. ഇതൊരു മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ്, ഹൈദരാബാദിലുള്ളതാണ്. ഈ ഒരു ബ്ലാസ്റ്റ് ഒരു 3 നില ബിൽഡിങ്ങിനെ തന്നെ തകർത്തിട്ടുണ്ട്. ഏകദേശം 39ഓളം ആൾക്കാർ മരിച്ചു. ഓക്കെ, ഔട്ട് ഓഫ് 143 പേര് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സാഡ്ലി കിൽഡ് 39 വർക്കേഴ്സ് ഔട്ട് ഓഫ് 143 ഹൂ വർ ദർ. അതേപോലെ ഈ ഒരു ഫാക്ടറി ഒരു പൗഡറാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, അതായത് മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ് എന്നുള്ള ഒരു പൗഡർ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഇത്. ബേസിക്കലി ഇത് ടാബ്ലറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ്. സോ എക്സ്പേർട്സ് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പേർട്സ് ബിലീവ് ദാറ്റ് ഇതൊരു ഡസ്റ്റ് എക്സ്പ്ലോഷൻ ആണ്. ഓക്കെ, ഇതൊരു കെമിക്കൽ ബ്ലാസ്റ്റ് അല്ല, ഡസ്റ്റ് എക്സ്പ്ലോഷൻ ആണ്. അതായത് ഈ ഫൈൻ പൗഡർ ഉണ്ടല്ലോ, വെൻ ഫൈൻ പൗഡർ ഇൻ ദി എയർ ക്യാച്ചസ് ഫയർ. ഓക്കെ, അതാണ് ഈ ഒരു ഡസ്റ്റ് എക്സ്പ്ലോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കെമിക്കൽ ബ്ലാസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. 4 സയൻറ്റിസ്റ്റ്, ഓക്കെ, ദർ ആർ സ്പെഷ്യൽ ടീം ഫ്രം ഗവൺമെൻറ് റിസർച്ച് ബോഡി. സോ അവർ ഇത് നോക്കിക്കൊണ്ട് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാട്ട് എക്സാക്ട്ലി കോസ്റ്റ് ഇറ്റ് എന്നുള്ളത്. സോ നമുക്ക് ഇവിടുത്തെ ഈ ഒരു റെഗുലേറ്ററിയും അതേപോലെ റെഗുലേറ്ററി ആൻഡ് സേഫ്റ്റി ഫെയിലിയേഴ്സ് നോക്കി നോക്കാം. അതായത് ഈ ഒരു ഫയർ ഉണ്ടായ ഒരു സമയത്ത് റെസ്ക്യൂ ടീം അവിടെ വരികയും അവർക്ക് മനസ്സിലായില്ല ഇവിടെ ഏത് കെമിക്കൽസ് ആണുള്ളതെന്ന്. ദേ ഡിഡ്ന്റ് നോ വാട്ട് കെമിക്കൽസ് വർ ഇൻസൈഡ് ദി ഫാക്ടറി, ബിക്കോസ് അവിടെ ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ കാണിക്കുന്ന ഒരു തരത്തിലുള്ള സൈൻ ബോർഡും കാര്യങ്ങളും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സോ ഫാക്ടറീസ് അവിടെ ഒരു ഗ്രീൻ ബോർഡ്സ് അവിടെ വെക്കേണ്ടതാണ്. ദേ ആർ റിക്വയർഡ് ടു പുട്ട് അപ്പ് ഗ്രീൻ ബോർഡ്സ്. ഓക്കെ, അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം അവർ കെമിക്കൽസിനെ പറ്റിയിട്ടും അതേപോലെ എൻവയോൺമെൻറ്റ് സേഫ്റ്റിയെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബോർഡ് അവരവിടെ വെക്കേണ്ടതാണ്. പക്ഷേ ഈ സിഗാച്ചിയിൽ ദേ ഡിഡ്ന്റ് ഫോളോ ദിസ് റൂൾ. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഇൻസ്പെക്ഷൻസ് ദേ വർ മിസ്സിങ് ഓർ വീക്ക്. ഓക്കെ, സോ പ്രോബ്ലംസ് വർ നോട്ട് കോട്ട് ഇൻ ടൈം. ഇത് ആദ്യമായിട്ടല്ല, അതായത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ തെലങ്കാനയിലെ കേസാണല്ലോ നമ്മൾ എടുത്തത്. ഓക്കെ, തെലങ്കാനയിൽ തന്നെ ഒരു സംഗാറെഡ്ഡി എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 6ഓളം ആൾക്കാർ ഒരു ഫാക്ടറി ബ്ലാസ്റ്റിൽ മരിച്ചിരുന്നു. എസ് ബി ഓർഗാനിക്സ് എന്ന് പറയുന്ന ഫാക്ടറിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ബ്ലാസ്റ്റിൽ ഏകദേശം 6ഓളം ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഗാറെഡ്ഡി എന്ന് പറയുന്ന തെലങ്കാനയിലുള്ള ഒരു സ്ഥലമാണ്, 2024. അതേപോലെ ഓഗസ്റ്റ് 2024 അനക്കപ്പള്ളി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലുള്ള സ്ഥലത്ത് 17 ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു ബ്ലാസ്റ്റിൽ. അതേപോലെ പറവട എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലത്ത് 2 പേര് മരിച്ചിരുന്നു. അത് ഈ ജൂണിലാണ്, 2025 ജൂണിലാണ്. സോ ഇതെല്ലാം കാണിക്കുന്നത് ദേ ഷോ ദി സീരിയസ് പാറ്റേൺ ഓഫ് പുവർ സേഫ്റ്റി ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറീസ്. പിന്നെ നമ്മൾ തെലങ്കാനയെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. വിൽ ലുക്ക് ഓൺ ടു ദി ഇംപ്ലിക്കേഷൻസ് ഫോർ ദി ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. തെലങ്കാന എന്ന് പറയുന്നത് ഇതൊരു മേജർ ഹബ്ബാണ്. ഓക്കെ, മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു മേജർ ഹബ്ബാണ് തെലങ്കാന. സോ തെലങ്കാനയാണ് ഇന്ത്യയിലുള്ള ഏകദേശം 1/3 മരുന്നുകളും വരുന്നത് തെലങ്കാനയിൽ നിന്നാണ്. തെലങ്കാനയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അബൌട്ട് 1/3 ഓഫ് ഓൾ മെഡിസിൻസ് ഇൻ ഇന്ത്യ കംസ് ഫ്രം തെലങ്കാന. അതേപോലെ തന്നെ ഇന്ത്യൻ മെഡിസിൻസിൻ്റെ എക്സ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ 1/5 തെലങ്കാനയിൽ നിന്നാണ്. 1/5 ഓഫ് ഓൾ എക്സ്പോർട്സ് ഓഫ് ഇന്ത്യൻ മെഡിസിൻസ് ഇസ് ഫ്രം തെലങ്കാന. അതേപോലെ ലോകത്തിൻ്റെ കാര്യം എടുത്തതല്ല, അതായത് 1/3 ഓഫ് ഓൾ വാക്സിൻസ് ഇൻ ദ വേൾഡ് ഈസ് ഫ്രം തെലങ്കാന. ഓക്കെ, സോ തെലങ്കാന ഒരു മേജർ ഹബ്ബാണ് ഈ മെഡിസിൻ്റെ. ഇറ്റ് ഈസ് എ മേജർ ഹബ് ഫോർ മേക്കിംഗ് മെഡിസിൻസ്. ഹൈദരാബാദിൽ തന്നെ ഏകദേശം 20ഓളം ടോപ്പ് റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ടെക്നോളജിക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് ഏകദേശം 1.49 ബില്യൺ ആണ് തെലങ്കാന അവരുടെ ലൈഫ് സയൻസ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ US ആണെന്നുണ്ടെങ്കിൽ കൺട്രീസ് ലൈക്ക് US ബൈ ഇന്ത്യൻ മെഡിസിൻസ്. പക്ഷേ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? വളരെ സ്ട്രിക്ട് സേഫ്റ്റിയും അതേപോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഉണ്ടാവും. അതെ, അവർക്ക് ആ ഒരു FDA ഒക്കെ ഉണ്ടല്ലോ. FDA എന്ന് പറയുന്നത്
ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇതൊരു ഫെഡറൽ ഏജൻസിയാണ്. US-ന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസിന്റെ അണ്ടറിലുള്ള ഒരു ഫെഡറൽ ഏജൻസിയാണ് FDA എന്ന് പറയുന്നത്, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അവർക്ക് ഇന്ന എത്ര ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്, അത് പാലിച്ചിട്ട് മാത്രമേ അങ്ങോട്ട് മരുന്നൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇങ്ങനത്തെ ആക്സിഡൻസ് ഇന്ത്യയുടെ ആ ഒരു ഇമേജിനെ തന്നെ ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫോറിൻ ബയേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ദേ വിൽ ബി വെറീഡ് അബൌട്ട് സേഫ്റ്റി അല്ലേ. അതേപോലെ 2 പുസ്തകങ്ങളുണ്ട്, അതായത് എടുത്തു പറയാൻ പറ്റുന്ന 2 പുസ്തകങ്ങൾ. ദ ട്രൂത്ത് പിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അതായത് ദിനേശ് സിംഗ് താക്കൂറും അതേപോലെ പ്രശാന്ത് റെഡ്ഡിയും എഴുതിയ ട്രൂത്ത് പിൽ എന്ന് പറയുന്ന പുസ്തകവും, അതേപോലെ തന്നെ ബോട്ടിൽ ഓഫ് ലൈസ് എന്ന് പറയുന്ന കാത്രിൻ ഈബൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ. അത് ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ഈ ബോട്ടിൽ ഓഫ് ലൈസ്. സോ ട്രൂത്ത് പില്ലും ബോട്ടിൽ ഓഫ് ലൈസും they have already shown how some Indian pharma companies cut corners to save money. ഓക്കെ, എങ്ങനെയാണ് ഇവർ ഈ പൈസ കട്ട് ചെയ്തിട്ട്, അതായത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നത് എന്നുള്ളതാണ്, പൈസ കുറച്ചിട്ട്. ഓക്കെ, ഈ ഒരു സേഫ്റ്റി ആ ഒരു ഇതിലാണ് ഇവർ ഈ പൈസ കുറയ്ക്കുന്നത്. ഓക്കെ, വിച്ച് നൗ മേക്ക് സച്ച് ഇൻസിഡൻസ് ഈവൻ മോർ അലാർമിങ് അല്ലേ. സോ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലൊരു വി മസ്റ്റ് ക്രിയേറ്റ് ആൻഡ് സ്ട്രിക്ട്ലി ഫോളോ സ്ട്രോങ് റൂൾസ്. ഓക്കെ, റൂൾസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അതേപോലെ ഈ ഫാക്ടറി സേഫ്റ്റിയിൽ വി മസ്റ്റ് ക്രിയേറ്റ് ആൻഡ് സ്ട്രിക്ട്ലി ഫോളോ ദ റൂൾസ് ഇൻ ഫാക്ടറി സേഫ്റ്റി. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഒരു കൺസേൺ ആയിരിക്കണം. എമർജൻസി റെസ്പോൺസ് ഉണ്ടാവണം, അതായത് വല്ല ഫയറോ അല്ലെങ്കിൽ ഫയർ ആക്സിഡൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പിലുള്ള ആക്സിഡൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമർജൻസി റെസ്പോൺസ് നമുക്ക് ചെയ്യാൻ കഴിയണം. ഓക്കെ, ഗവൺമെൻറ് റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് നടത്തണം ആൻഡ് ദേ ഷുഡ് ഡു മാൻഡേറ്ററി സേഫ്റ്റി ചെക്സ് ഇൻ ഫാക്ടറീസ്. സോ ഇങ്ങനത്തെ സേഫ്റ്റി സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് ദേ ആർ ഇമ്പോർട്ടൻറ്റ് നോട്ട് ജസ്റ്റ് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ലൈഫ്, ഓക്കെ, ബട്ട് ഓൾസോ ടു പ്രൊട്ടക്ട് ഇന്ത്യസ് റെപ്യൂട്ടേഷൻ ഇൻ ദ ഗ്ലോബൽ മെഡിസിൻ മാർക്കറ്റ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. വൈ ഈസ് മഹാരാഷ്ട്ര ഡിബേറ്റിംഗ് ഓവർ ഹിന്ദി എക്സ്പ്ലെയിൻഡ്. ഓക്കെ, സോ ഇത് പ്രിലിംസിൽ നമ്മുടെ GS പേപ്പർ 1 ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസിൽ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ മെയിൻസിൽ GS പേപ്പർ 1 വരുന്നതാണ്, സെയിം ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, സോ ഏർലിയർ ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബോർഡ് സ്കൂളുകളുണ്ടല്ലോ, അതായത് ഈ മറാത്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ്, മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബോർഡിന് അണ്ടറിലുള്ള സ്കൂൾസിലെ കുട്ടികൾ അവർ ഈ 3rd ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയത് ഇറ്റ് ഈസ് ഫ്രം ഓൺലി grade 5. ഓക്കെ, പക്ഷെ ഇപ്പോൾ അതായത് April 16 ഈ മഹാരാഷ്ട്ര ഗവൺമെൻറ് അവർ പറഞ്ഞു ഹിന്ദി വിൽ ബി ടോട്ട് ആസ് എ 3rd ലാംഗ്വേജ്. ഓക്കെ, അത് കുഴപ്പമില്ല, പക്ഷെ അത് എപ്പോൾ തൊട്ട് പഠിപ്പിക്കും എന്ന് പറഞ്ഞതിലാണ് പ്രശ്നം വന്നത്. ഓക്കെ, അവർ പറഞ്ഞത് grade 1 തൊട്ട് തന്നെ ഹിന്ദി പഠിപ്പിച്ചു തുടങ്ങും എന്നാണ് പറഞ്ഞത്. സോ ഈ ഒരു ചേഞ്ച് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ആ ഒരു ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്, NEP 2020 വന്നിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. സോ ഈ ഒരു പോളിസി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു മൾട്ടിപ്പിൾ ലാംഗ്വേജ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് സപ്പോർട്ട്സ് ലേണിംഗ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഫ്രം ആൻ ഏർലി ഏജ്. സോ നമുക്ക് ഇവിടെ പബ്ലിക്കിൻ്റെയും അതേപോലെ എക്സ്പേർട്സിൻ്റെയും ഒപ്പോസിഷൻ എടുക്കുമ്പോൾ മെനി പീപ്പിൾ ആർ അൺഹാപ്പി വിത്ത് ദിസ് ഡിസിഷൻ. ഓക്കെ, മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഒരു 3rd ലാംഗ്വേജ് ഫോഴ്സ് ചെയ്യുന്നത് പോലെയാണല്ലേ, അതായത് ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നത് പോലെയാണ് ഓൺ വെരി യങ് സ്റ്റുഡൻസ്. ഈ grade 1 തൊട്ട് 5 വരെയുള്ള പിള്ളേർക്ക് വളരെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു 3rd ലാംഗ്വേജ് പഠിപ്പിക്കുകയാണ് ഹിന്ദി. അതേപോലെ ഈ ചൂസിങ് ഹിന്ദി വിച്ച് സം ഫീൽ ഈസ് ബീങ് പുഷ്ഡ് അല്ലെ ഓൺ നോൺ ഹിന്ദി റീജിയൻസ്. ഓക്കെ, നോൺ ഹിന്ദി റീജിയൻസിൽ ഈ ഒരു ഹിന്ദി അവരെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നതിലൂടെ ഇതൊരു വലിയൊരു കൾച്ചറൽ അജണ്ടയുടെ പാർട്ടാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. എഴുത്തുകാരും ടീച്ചേഴ്സും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും ഒക്കെ ഇവർ ഈ ഒരു ഐഡിയ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് പഠിപ്പിക്കേണ്ട, അത് ഹിന്ദി മസ്റ്റായിട്ട് പഠിക്കണം എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ആണ് അവർ ക്രിട്ടിസൈസ് ചെയ്തത്. ആൻഡ് സെയിങ് ദാറ്റ് ഇറ്റ്സ് പാർട്ട് ഓഫ് എ ബിഗർ ഐഡിയ. ഓക്കെ, ഈ ഹിന്ദുസ്ഥാൻ, ഓക്കെ, ഈ ഒരു വലിയൊരു ബിഗർ ആയിട്ടുള്ള ഒരു ഐഡിയ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതെന്നാണ് അവർ പറഞ്ഞത്. വിച്ച് ദേ ബിലീവ് കുഡ് ഇഗ്നോർ റീജിയണൽ ലാംഗ്വേജ് ആൻഡ് കൾച്ചേഴ്സ്. ഓക്കെ, എക്സ്പേർട്സ് പിന്നെ അവരൊരു കാര്യം കൂടി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം അത് മെയിൻലി അതിൽ പറയുന്നുണ്ട്. അതായത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആ ഒരു ചൈൽഡിന്റെ മദർ ടങ് ആണ്. ഓക്കെ, മെയിൻലി ടോക്സ് അബൌട്ട് ടീച്ചിങ് ഇൻ ദി ചൈൽഡ്സ് മദർ ടങ് ആൻഡ് വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കൂടി പഠിപ്പിക്കാനാണ്. അല്ലാതെ ഒരു 3rd ലാംഗ്വേജ് മസ്റ്റായിട്ട് പഠിക്കണം എന്ന് NEP പറയുന്നില്ല. നോട്ട് പുഷിങ് എ 3rd ലാംഗ്വേജ്, അതും ഇത്രയും ചെറുപ്പത്തിൽ.
Okay, not pushing a third language this early. സോ അതേപോലെ ഗവൺമെന്റിന്റെ റെസ്പോൺസ് എന്തായിരുന്നു എന്ന് നോക്കുമ്പോൾ ആൾക്കാർ ഇതിനെ സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ചെയ്തതോട് കൂടിയിട്ട് അവരുടെ ഈ ഒരു ഡിസിഷനെ സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ചെയ്തതിന് ശേഷം ഗവൺമെന്റ് ഇത് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, ചേഞ്ച് ദ റൂൾ എ ബിറ്റ്. ഇപ്പോൾ ഹിന്ദി എന്ന് പറയുന്നത് ഒരു കമ്പൽസറി അല്ല, ഇറ്റ് ഇസ് നോ ലോങ്ങർ കമ്പൽസറി, ഇറ്റ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ ഓപ്ഷൻസ് ഫോർ തേർഡ് ലാംഗ്വേജ്. ഓക്കെ, സോ സ്റ്റുഡൻസിന് ഏത് ഇന്ത്യൻ ലാംഗ്വേജ് അവർക്ക് ചൂസ് ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് ഹിന്ദി. ഓക്കെ, ഏകദേശം 20 സ്റ്റുഡൻസിന് അത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ക്രിട്ടിക്സ് ഇപ്പോഴും അൺഹാപ്പിയാണ്. ദേ സേ ദിസ് ഇസ് ജസ്റ്റ് എ ക്ലവർ വേ ടു സ്റ്റിൽ പുഷ് ഹിന്ദി. ഓക്കെ, ഇതവർ എന്താ പറയുക, അവരുടെ ഒരു ക്ലവർ ആയിട്ടുള്ളൊരു നീക്കമാണ്. ഓക്കെ, ഹിന്ദി പുഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ട. ആൻഡ് ദാറ്റ് ദ ഗവൺമെന്റ് ഡിഡ്ന്റ് ആസ്ക് ലാംഗ്വേജ് എക്സ്പെർട്ട് ഓർ സ്കൂൾസ് ബിഫോർ മേക്കിംഗ് ദിസ് ഡിസിഷൻ. സോ ഈ ഒരു ലാംഗ്വേജ് ഇഷ്യൂ ഇത് വളരെ വലിയൊരു പൊളിറ്റിക്കൽ ടോപ്പിക്കായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ. രാജ് താക്കറെ ഉണ്ടല്ലോ, നമ്മുടെ MNSന്റെ രാജ് താക്കറെ, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ രാജ് താക്കറെ, ഹി സ്ട്രോങ്ലി ഒപ്പോസ് ദ മൂവ്. ആൻഡ് പുള്ളി ആദ്യമായിട്ടാണ് കഴിഞ്ഞ 20 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഹി ജോയിൻ ഹാൻഡ്സ് വിത്ത് ഉദ്ധവ് താക്കറെ, ഓക്കെ, ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. അതേപോലെ നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അജിത് പവാർ, പുള്ളിയും ഈ ഒരു ഡിസിഷനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇവിടെ റൂൾ ചെയ്യുന്നത് മഹായുദ്ധി അലയൻസ് ആണ്. ഓക്കെ, സോ ദർ ഈസ് നോ ടെൻഷൻ വിത്തിൻ ദി റൂളിംഗ് മഹായുദ്ധി അലയൻസ്, എസ്പെഷ്യലി അവിടെ ലോക്കൽ ഇലക്ഷൻസ് ഒക്കെ വരാൻ സമയമായിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം കൂടി നോക്കാം, അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഗവൺമെന്റ് 2 ഓർഡേഴ്സും ക്യാൻസൽ ചെയ്തു. ഏപ്രിൽ 16 അതേപോലെ ജൂൺ 17 ഇറക്കിയ 2 ഓർഡേഴ്സും അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അബൌട്ട് മേക്കിംഗ് ഹിന്ദി ദി തേർഡ് ലാംഗ്വേജ്. ഇൻസ്റ്റഡ് ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലെഡ് ബൈ ഡോക്ടർ നരേന്ദ്ര ജാദവ്. പുള്ളി ഒരു എക്കണോമിസ്റ്റ് ആണ്. ഇതിനെ പറ്റിയിട്ട് പഠിക്കാനും റിവ്യൂ ചെയ്യാനുമാണ്, ഈ ഒരു തേർഡ് ലാംഗ്വേജ് പോളിസിയെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യാനുമാണ് പുള്ളിനെയാണ് ഈ ഒരു കമ്മിറ്റിയുടെ ഹെഡായിട്ട് നിയമിച്ചിരിക്കുന്നത്, ഡോക്ടർ നരേന്ദ്ര ജാദവ്. പക്ഷെ ക്രിട്ടിക്സ് ഇപ്പോഴും വളരെയധികം അൺഹാപ്പിയാണ്. ബിക്കോസ് ഈ ഡോക്ടർ ജാദവ് പുള്ളി ഒരു സ്കൂൾ എഡ്യൂക്കേഷണൽ എക്സ്പേർട്ട് ഒന്നും അല്ല. സോ ഹി ഷുഡൻറ്റ് ലീഡ് ദ കമ്മിറ്റി എന്നാണ് അവർ പറയുന്നത്. സം ഈവൺ വാണ്ട് ദ കമ്മിറ്റി ടു ബി റിമൂവ്ഡ്. ഓക്കെ, ചില ആൾക്കാർക്ക് ഈ കമ്മിറ്റി വെക്കണമെന്നേ ഇല്ല. ദേ നീഡ് ദിസ് ടു ബി റിമൂവ്ഡ്. ഓക്കെ, ദേ വാണ്ട് ദിസ് ടു ബി റിമൂവ്ഡ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമുക്കപ്പോൾ നാളെ വേറെ കുറച്ച് ന്യൂസസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.